ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് പാർട്ട് 2 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ പാർട്ട് 1 നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ പാർട്ട് 1 വീഡിയോ കാണാത്തവരാണെങ്കിൽ പാർട്ട് 1 കണ്ട ശേഷം മാത്രം പാർട്ട് 2 വീഡിയോ കാണുക കേട്ടോ. ഓക്കെ. സോ ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ഹാവ് ഡിസ്കസ്ഡ് അപ് ടു ക്ലോണിംഗ് വെക്റ്റർ അല്ലേ. നമ്മൾ ബയോടെക്നോളജി RDNA ടെക്നോളജിയുടെ സ്റ്റെപ്സ് ഒക്കെ പറഞ്ഞു. ദെൻ നമ്മൾ ക്ലോണിംഗ് വെക്ടറിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു. സോ ഒന്ന് ഓർത്തെടുത്ത് എന്തൊക്കെയായിരുന്നു ക്ലോണിംഗ് വെക്ടേഴ്സിൻ്റെ ഫീച്ചേഴ്സ്? ഫസ്റ്റ് വൺ വാസ് ദാറ്റ് ഈസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഓക്കെ. സോ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു വെക്ടർ ദാറ്റ് ഈസ് PBR322 അല്ലേ, പ്ലാസ്മിഡ് വെക്ടർ ആയിട്ടുള്ള PBR322ൻ്റെ ഫിഗറാണ്. So in this figure you can see here origin of replication. So this one is origin of replication. Okay. Then second one, selectable markers. Selectable markers. So which are the two selectable markers present in this cloning vector PBR322? So here we can see two selectable markers. One is ampicillin resistance gene and the second one is tetracycline resistance gene. So these two are the selectable markers. Then 3 cloning sites. Third feature, cloning sites. Okay. So എന്താണ് ക്ലോണിങ് സൈറ്റ്സ്? നമ്മൾക്ക് ഒരു വെക്റ്ററിലേക്ക് നമുക്ക് നമ്മുടെ DNA ഇൻസേർട്ട് ചെയ്യണം അല്ലേ. നമ്മുടെ ഡിസൈർഡ് DNA വെക്റ്ററിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. സോ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് വെക്റ്റർ ആണെങ്കിൽ നമ്മൾ വെക്റ്ററിൽ ഒരു പാർട്ട് നമ്മളൊന്ന് കട്ട് ചെയ്യും. ഓക്കെ. വെക്റ്ററിൽ നമ്മളൊരു ചെറിയ കട്ട് ഉണ്ടാക്കും. യെസ്. ഒരു പാർട്ടിൽ നമ്മളൊരു കട്ട് ഉണ്ടാക്കിയിട്ട് അവിടെ നമ്മൾ ആരെ കൊണ്ട് ജോയിൻ ചെയ്യും? നമ്മുടെ ഡിസൈർഡ് DNA ഇങ്ങോട്ട് കൊണ്ട് ജോയിൻ ചെയ്യും. ഇതാണ് പ്രോസസ്സ്. സോ വെക്റ്ററിനെ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ആരെ ഹെൽപ്പ് ചെയ്യുന്ന? എൻസൈംസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. സോ ഓരോ റെസ്ട്രിക്ഷൻ എൻസൈംസിനും വെക്റ്ററിനെ കട്ട് ചെയ്യാൻ വെക്റ്ററിൽ ചില റെക്കഗ്നീഷൻ സൈറ്റ്സ് ഉണ്ട്. സോ ഇവിടെ PST1 ആ എൻസൈം വെച്ചിട്ട് നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം. PVU1, EcoR1. സോ ആ സൈറ്റ്സിനെയാണ് നമ്മൾ ക്ലോണിങ് സൈറ്റ്സ് എന്ന് പറയുക. സോ ക്ലോണിങ് സൈറ്റ്സ് ആർ റെക്കഗ്നീഷൻ സീക്വൻസസ് ഓഫ് ഡിഫറെൻറ്റ് റെസ്ട്രിക്ഷൻ എൻസൈംസ് പ്രസൻറ്റ് ഇൻ ദ ക്ലോണിംഗ് വെക്റ്റർ. ദ ലാസ്റ്റ് വൺ, ഫോർത്ത് വൺ, വെക്റ്റേഴ്സ് ഫോർ ക്ലോണിംഗ് ജീൻസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. സോ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. പ്ലാന്റ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെക്റ്ററാണ് TI plasmid. Okay, TI plasmid. Its full form is tumor inducing plasmid. Tumor inducing plasmid. So ഈ TI plasmid നമ്മൾ എടുക്കുന്നത് ഒരു ബാക്ടീരിയ എന്നാണ്. The name of the bacteria is Agrobacterium tumefaciens. So remember, in plants the vector we are using is TI plasmid, which is obtained from the bacteria Agrobacterium tumefaciens. Okay. Then in animals retroviruses are used. So viruses with the RNA genome, retroviruses are used as vectors in case of animals. Okay. In plants TI plasmids are used. Now, so we have joined our desired DNA with the cloning vector. അല്ലേ, നമ്മൾ DNA വെക്ടറുമായിട്ട് ജോയിൻ ചെയ്തു. Then what is the next step? It is the amplification of DNA. നമ്മുടെ വെക്ടറും DNA കൂടി ഒരുമിച്ചിരിക്കുക, നമ്മളതിനെ ആംപ്ലിഫൈ ചെയ്യുക. സോ ആംപ്ലിഫിക്കേഷൻ മീൻസ് പ്രൊഡക്ഷൻ ഓഫ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് DNA. ഓക്കെ. പ്രൊഡക്ഷൻ ഓഫ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് DNAയുടെ ഒരുപാട് കോപ്പീസ് ഉണ്ടാക്കിയെടുക്കുക. നമ്മളിപ്പോൾ DNA വെക്ടറും കൂടി ചേർത്ത് വെച്ചേക്കാണ്, അതിൻ്റെ ഒരുപാട് കോപ്പീസ് ഫോം ചെയ്തെടുക്കുക. ദാറ്റ് ഈസ് കോൾഡ് ആംപ്ലിഫിക്കേഷൻ. ആൻഡ് ഫോർ ആംപ്ലിഫിക്കേഷൻ ദ മെത്തേഡ് വി ആർ യൂസിങ് ഇസ് PCR. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ, PCR. സോ വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് PCR? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് PCR? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ദെൻ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് PCR? Amplification of DNA. Purpose of PCR is amplification of DNA. Then third question, which are the 3 steps in PCR? So which are the 3 steps? First step is denaturation. Okay, first step denaturation. Second step annealing. And the third step extension or primer extension. Okay, so first step. ഈ ഫിഗർ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ നോക്കിക്കൊള്ളണം. ഫിഗർ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഫിഗർ തന്നിട്ട് നിങ്ങളോട് ചിലപ്പോൾ ഇവിടെ A, ഇവിടെ B, ഇവിടെ C, 3 സ്റ്റെപ്സ് അവിടെ A B C ഇട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്.
സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് നോക്കിക്കേ, ഡീനാച്ചുറേഷൻ. നമ്മുടെ DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് അല്ലേ? ഈ ഫിഗറിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിയുമ്പോൾ PCR ഫസ്റ്റ് സ്റ്റെപ്പ് ഡീനാച്ചുറേഷൻ ആണ്. സോ അറ്റ് ഹൈ ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് അറൌണ്ട് 94 to 95 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഒക്കെ കൊടുക്കുമ്പോൾ അറ്റ് ദാറ്റ് ഹൈ ടെമ്പറേച്ചർ ദ ഹൈഡ്രജൻ ബോൺസ് ബിറ്റ്വീൻ ദ 2 strands ബ്രേക്ക് ആൻഡ് 2 സിംഗിൾ സ്ട്രാൻഡ്സ് ആർ ഫോംഡ്. ആ ഡബിൾ സ്ട്രാൻഡ്സിൻ്റെ ഇടയിലുള്ള ഹൈഡ്രജൻ ബോൺസ് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് പറ്റും? 2 സിംഗിൾ സ്ട്രാൻഡ്സ് ഫോം ചെയ്യും. ഇതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്, ഡീനാച്ചുറേഷൻ. ഓക്കെ, ദെൻ വാട്ട് ഹാപ്പൻസ് ഇൻ ദ സെക്കൻഡ് സ്റ്റെപ്പ്? ഈ സിംഗിൾ സ്ട്രാൻഡ്സിൻ്റെ 3' എൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ട് കേട്ടോ, സിംഗിൾ സ്ട്രാൻഡ്സ് ഫോം ചെയ്തതിൻ്റെ 3' എൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഷോർട്ട് സീക്വൻസസ്, ഷോർട്ട് ന്യൂക്ലിയോടൈഡ് സീക്വൻസസ്, നമ്മൾ കെമിക്കലി സിന്തസൈസ് ചെയ്യുന്ന ഷോർട്ട് ന്യൂക്ലിയോടൈഡ് സീക്വൻസസിനെയാണ് പ്രൈമേഴ്സ് എന്ന് പറയുന്നത്. പ്രൈമേഴ്സ് നമ്മൾ മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസിലൊക്കെ RNA പ്രൈമർ പഠിച്ചിട്ടുണ്ട് അല്ലേ? DNA റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൈമർ വേണം, ഒരു RNA പ്രൈമർ വേണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അവർ വേറെ ഒന്നുമല്ല, ചെറിയൊരു സീക്വൻസ് ആണ് കേട്ടോ, ഷോർട്ട് സീക്വൻസ് ഓഫ് ഒരു സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അത് ഇവിടെ വന്ന് കോംപ്ലിമെൻ്ററി സീക്വൻസസുമായിട്ട് ബൈൻഡ് ചെയ്യും. ദാറ്റ് ഇസ് അനീലിംഗ്. സോ അനീലിംഗിൽ എന്താ? പ്രൈമേഴ്സ് ബൈൻഡ്സ് കോംപ്ലിമെൻ്ററി ടു ദ 3' എൻഡ് ഓഫ് സിംഗിൾ സ്ട്രാൻഡ്. സിംഗിൾ സ്ട്രാൻഡിൻ്റെ 3' എൻഡ് റീജിയനിൽ 3' എൻഡിൽ വന്നിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്, കോംപ്ലിമെൻ്ററി സീക്വൻസസിനോട് പോയിട്ട് അത് അറ്റാച്ച് ചെയ്യുന്നു. ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ് ഈസ് ദ എക്സ്റ്റെൻഷൻ ഓഫ് ദ പ്രൈമർ. ഇവിടെ വന്ന പ്രൈമർ എന്ത് ചെയ്യും? അത് എക്സ്റ്റെൻഡ് ചെയ്യും. പ്രൈമറിലേക്ക് ന്യൂ ന്യൂക്ലിയോടൈഡ്സ് ആർ ആഡഡ് ആൻഡ് ദ പ്രൈമർ ഈസ് എക്സ്റ്റെൻഡഡ് ടു ഫോം എ സ്ട്രാൻഡ്. അപ്പോൾ നമുക്ക് കാണാം പ്രൈമർ ഇവിടെ എക്സ്റ്റെൻഡ് ആയില്ലേ, അവിടെ വീണ്ടും ഒരു ഡബിൾ സ്ട്രാൻഡഡ് DNA ആയിട്ട് അത് ഫോം ചെയ്യുന്നു. 2 സിംഗിൾ സ്ട്രാൻഡ്സിലും പ്രൈമർ അറ്റാച്ച് ചെയ്തു, പ്രൈമർ എക്സ്റ്റെൻഡ് ചെയ്തു. സോ ഇത് നോക്കിക്കേ, നമുക്ക് 2 ഡബിൾ സ്ട്രാൻഡഡ് DNAs ഇവിടെ കിട്ടി. ഓക്കെ, സോ ഈ എക്സ്റ്റെൻഷനിൽ ഓർത്ത് വെക്കേണ്ട കാര്യം, പ്രൈമർ എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? നമ്മൾ DNA റെപ്ലിക്കേഷൻ്റെ പ്രോസസ്സ് തന്നെ കേട്ടോ. DNA റെപ്ലിക്കേഷനിൽ എന്താ? പ്രൈമറിലേക്ക് പുതിയ ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്ത് കൊടുക്കും അല്ലേ? ആര് ആഡ് ചെയ്ത് കൊടുക്കുന്ന? അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈം ഉണ്ട്, DNA പോളിമറൈസ്. സോ ഇവിടെ എക്സ്റ്റെൻഷന് ഹെൽപ്പ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് DNA പോളിമറൈസ് ആണ്, ടാഗ് പോളിമറൈസ്. So this is another question. What is the importance of this tag polymerase? So this tag polymerase is thermostable. Okay, thermostable ആയിട്ടുള്ള ഒരു എൻസൈം ആണ് ടാഗ് പോളിമറൈസ്. സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് തെർമോസ്റ്റേബിൾ എൻസൈം ഹിയർ? നമ്മുടെ ഇതിൽ സ്റ്റെപ്സ് ഹൈ ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്. PCR ഇപ്പോൾ ഡീനാച്ചുറേഷൻ ആണെങ്കിൽ 94 ഉണ്ട്, 72 ഡിഗ്രി സെൽഷ്യസിൽ നടക്കുന്ന സ്റ്റെപ്സ് ഉണ്ട്. സോ സ്റ്റെപ്സൊക്കെ ഹൈ ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്. നോർമൽ എൻസൈംസ് ദേ വിൽ ഗെറ്റ് ഡിസ്ട്രോയിഡ് അറ്റ് ഹയർ ടെമ്പറേച്ചേഴ്സ് അല്ലേ? നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ബയോമോളിക്യൂളിൽ പഠിച്ചിട്ടുണ്ട്. അറ്റ് ഹയർ ടെമ്പറേച്ചേഴ്സ് ദ എൻസൈം വിൽ lost its activity. At higher temperatures, the enzyme activity will be lost. But this tag polymerase is an enzyme. Its specialty is it is a thermostable enzyme and it is extracted from a bacteria, Thermus aquaticus. Thermus aquaticus. So, ഈ തെർമസ് അക്വാട്ടിക്കസിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? ഇത് ഹോട്ട് കണ്ടീഷൻസിൽ ജീവിക്കുന്ന ഒരു ബാക്ടീരിയയാണ്, ഹോട്ട് സ്പ്രിങ്സ്, അതുപോലെ ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലങ്ങളിൽ കാണുന്ന ഒരു ബാക്ടീരിയയാണ്. സോ അതിൻ്റെ ബോഡിയിലുള്ള എൻസൈംസ് എങ്ങനെയായിരിക്കും? ഹൈ ടെമ്പറേച്ചറിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള എൻസൈംസ് ആയിരിക്കും. സോ ദാറ്റ്സ് വൈ ടാഗ് പോളിമറൈസ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് എക്സ്റ്റെൻഷൻ. ഓക്കെ, സോ ആംപ്ലിഫിക്കേഷൻ എന്താ? വാട്ട് ഈസ് ദ പർപ്പസ്? PCR. What is the purpose of PCR? Amplification of DNA or production of multiple copies of DNA. Then the 3 steps of PCR are denaturation, annealing, primer extension. Then which is the enzyme involved? A special type of DNA polymerase called tag polymerase. What is the speciality of tag polymerase? It is a thermostable enzyme and it is extracted from a bacteria, Thermus aquaticus. Okay, ഇത്രയും കാര്യങ്ങൾ പഠിക്കണം കേട്ടോ PCR. Now, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആംപ്ലിഫൈ ഒക്കെ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നമ്മുടെ വെക്റ്റർ ടുഗദർ വിത്ത് നമ്മുടെ ഡിസൈഡ് DNA. ഇപ്പം ഇങ്ങനെ വിചാരിക്കുക, ഇത് നമ്മുടെ വെക്റ്ററിനോട് അറ്റാച്ച് ചെയ്തിട്ട് ആരുണ്ട്? നമ്മുടെ ഡിസൈഡ് DNA ഉണ്ട്. ഇതിനെ നമ്മളിനി എന്ത് ചെയ്യാൻ പോവുക? നമ്മൾ ഹോസ്റ്റിലേക്ക് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഹോസ്റ്റ് സെല്ലുണ്ടെന്ന് വിചാരിക്കുക. ഒരു ഹോസ്റ്റ് സെല്ലുണ്ട്.
ഈ ഹോസ്റ്റ് സെല്ല് എന്തും ആവാം കേട്ടോ. ഹോസ്റ്റ് സെല്ല് ഒരു ബാക്ടീരിയ ആവാം. ഹോസ്റ്റ് സെല്ലിൻ്റെ സ്വന്തം ജെനറ്റിക് മെറ്റീരിയൽ. ഇപ്പോൾ സപ്പോസ് ദിസ് ഇസ് എ ബാക്ടീരിയ. സോ ഹോസ്റ്റ് സെൽ ക്യാൻ ബി എ ബാക്ടീരിയ, പ്ലാന്റ്, ആനിമൽ, എന്തും ആവാം. നമ്മൾ പറഞ്ഞ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റെപ്സ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടത്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനാണെങ്കിൽ നമ്മൾ നമ്മുടെ ഈ ഒരു റീകോമിനൻ്റ് വെക്റ്റർ എന്ന് വെച്ചാൽ ആരാന്നറിയോ? നമ്മുടെ DNA, ഡിസൈഡ് DNA പ്ലസ് വെക്റ്റർ, അതിനെയാണ് നമ്മൾ റീകോമിനൻ്റ് വെക്റ്റർ എന്ന് പറയാം. സോ അതിനെ നമ്മൾ എങ്ങോട്ടേക്കാണ് കൊടുക്കുന്നത്? നമ്മൾ ഹോസ്റ്റ് സെല്ലിലേക്ക് കൊടുക്കും. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഇൻസുലിൻ്റെ എക്സാമ്പിളാണെങ്കിൽ നമ്മൾ ഈക്കോളൈ ബാക്ടീരിയയിലേക്കാണ് അത് കൊടുത്തിരുന്നത്. അപ്പോൾ ബാക്ടീരിയയിലേക്കാവാം, പ്ലാന്റിലേക്കാവാം, ആനിമൽ, ഏത് വേണമെങ്കിൽ ആവാം. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് പറയുന്നൊരു കാര്യമാണ് കോമ്പീറ്റൻറ്റ് ഹോസ്റ്റ്. കോമ്പീറ്റൻറ്റ് ഹോസ്റ്റ് മീൻസ് ദ ഹോസ്റ്റ് ഷുഡ് ബി ഏബിൾ ടു റിസീവ് ദ DNA. കോമ്പീറ്റൻറ്റ് ഹോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോസ്റ്റിന് ആ ഒരു DNA പ്ലസ് അല്ലെങ്കിൽ ആ റീകോമിനൻ്റ് വെക്റ്റർ നമ്മൾ ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ദ ഹോസ്റ്റ് ഷുഡ് ഹാവ് ആൻ എബിലിറ്റി ടു ടേക്ക് അപ്പ് ദാറ്റ് DNA. ഓക്കെ, അതിനാണ് ഹോസ്റ്റിനെ കോമ്പീറ്റൻ്റ് ആക്കുക. ഹോസ്റ്റിനെ ആ ഒരു റീകോമിനൻ്റ് വെക്ടറിനെ എടുക്കാൻ, സ്വീകരിക്കാൻ പാകത്തിന് റെഡിയാക്കുക. അതാണ് നമ്മൾ ഹോസ്റ്റിനെ കോമ്പീറ്റൻ്റ് ആക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വൈ ടു മേക്ക് ഹോസ്റ്റ് സെൽ കോമ്പീറ്റൻറ്റ്? എന്തിനാണ് നമ്മൾ ഹോസ്റ്റ് സെല്ലിനെ കോമ്പീറ്റൻ്റ് ആക്കുന്നത്? വൈ? ഓക്കെ, അതിൻ്റെ റീസൺ നമ്മുടെ DNA എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹൈഡ്രോഫിലിക് മോളിക്യൂൾ. സോ യു ഹാവ് ലേൺഡ് അബൌട്ട് ഹൈഡ്രോഫിലിക് ആൻഡ് ഹൈഡ്രോഫോബിക്, റൈറ്റ്? സോ DNA ഹൈഡ്രോഫിലിക് ആണ്. സോ നമ്മുടെ സെല്ലിൻ്റെ, അതിപ്പോൾ പ്ലാന്റ് ആയിക്കോട്ടെ, ആനിമൽ ആയിക്കോട്ടെ, ബാക്ടീരിയ ആയിക്കോട്ടെ, ദ സെൽ മെമ്പറൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്, അല്ലേ? സെൽ മെമ്പറൈനിലെ മെയിൻ കമ്പോണൻറ്റ് നമ്മൾ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലൊക്കെ പഠിച്ചിട്ടുണ്ട്. ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ് ആർ ദ മെയിൻ കമ്പോണൻസ് ഓഫ് അവർ സെൽ മെമ്പറൈൻ. സോ ലിപ്പിഡ്സ് ഫാറ്റ് ലൈക്ക് നേച്ചർ ഉള്ളവരാണ്. ഈ ലിപ്പിഡ്സ് വെച്ച് ഫോം ചെയ്തിട്ടുള്ള സെൽ മെമ്പറൈൻ ക്രോസ് ചെയ്തു പോകാൻ ആർക്ക് പറ്റില്ല? DNA പറ്റില്ല. ബിക്കോസ് DNA ഈസ് ഹൈഡ്രോഫിലിക്. സോ ഇറ്റ് കനോട്ട് പാസ് ദ സെൽ മെമ്പറൈൻ. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹോസ്റ്റ് സെല്ലിനെ കോമ്പീറ്റൻ്റ് ആക്കുന്നത്. ഓക്കെ, ഇത് വരാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വൈ ടു മേക്ക് ദ ഹോസ്റ്റ് സെൽ കോമ്പീറ്റൻ്റ്? സോ DNA ഈസ് എ ഹൈഡ്രോഫിലിക് മോളിക്യൂൾ ആൻഡ് ഇറ്റ് കനോട്ട് പാസ് ത്രൂ ദ സെൽ മെമ്പറൈൻ. This is the purpose of making DNA competent. Now the next question, how to make DNA? So how to make a bacterial cell competent? എങ്ങനെ നമുക്ക് ഒരു ബാക്ടീരിയൽ സെല്ലിനെ കോമ്പീറ്റൻ്റ് ആക്കാം? കോമ്പീറ്റൻ്റ് മീൻസ് വേറെ ഒന്നുമില്ല, DNA സ്വീകരിക്കാൻ പാകത്തിന് റെഡിയാക്കാം. ഓക്കെ, സോ ദിസ് ഇസ് ദ ബാക്ടീരിയൽ സെൽ. ബാക്ടീരിയൽ സെൽ, ഇവിടെ ഹോസ്റ്റ് സെല്ലിൽ അതിൻ്റെ സ്വന്തം ജെനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. ഓക്കെ, നമ്മുടെ എയിം എന്താ? നമ്മുടെ DNA പ്ലസ് വെക്റ്റർ. ഓക്കെ, സപ്പോസ് ദിസ് ഇസ് അവർ റീകോമിനൻ്റ് വെക്റ്റർ. ഇതിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ദിസ് ബാക്ടീരിയൽ സെൽ ഈസ് ട്രീറ്റഡ് വിത്ത് എ ഡൈവാലൻറ്റ് കാറ്റയോൺ ലൈക്ക് കാൽഷ്യം. Ca2+ ഒക്കെ പോലത്തെ ഒരു ഡൈവാലൻറ്റ് കാറ്റയോൺ വെച്ചിട്ട് നമ്മൾ ഈ സെല്ലിനെ ട്രീറ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? സെൽ മെമ്മറൈനിൽ പോസ് ഫോം ചെയ്യും. ഓക്കെ, the pores will be formed on cell membrane, and through that pores the recombinant vector enters the host cell. ആ പോസിൽ കൂടെ റീകോമിനൻ്റ് വെക്ടർ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും, ഇതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും. ഇനി അതിനെ അവിടെ ഒന്ന് സ്റ്റേബിൾ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ അതിനെ ഐസിൽ ഇൻക്യുബേറ്റ് ചെയ്യും. Okay, so the cells together with the recombinant vector are incubated in ice. Then ഐസിൽ നിന്ന് നേരെ എടുത്തിട്ട് ഒരു ഹീറ്റ് ഷോക്ക് കൊടുക്കും. 42 ഡിഗ്രി സെൽഷ്യസിൽ വെക്കുക കേട്ടോ. സോ നമ്മൾ ഇതിനെ ആദ്യം ഒരു ഐസിൽ വയ്ക്കുന്നു. ഐസിൽ വെച്ചിട്ട് അവിടുന്ന് നേരെ എടുത്ത് 42 ഡിഗ്രി സെൽഷ്യസ് ഉള്ളൊരു വാട്ടർ ബാത്തിലേക്കോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്ത് 42 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കുന്നു. എഗെയിൻ പുട്ട് ബാക്ക് ഓൺ ഐസ്. ഓക്കെ, ഇതാണ് പ്രോസസ്സ്. ഇത്രയും പ്രോസസ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് റീകോമിനൻ്റ് വെക്ടർ എൻ്റർ ചെയ്തിട്ടുണ്ടാവും. സോ ഫസ്റ്റ് ട്രീറ്റഡ് വിത്ത് ഡൈവാലൻറ്റ് കാറ്റയോൺ, ദെൻ ഐസ്, heat shock, again incubated on ice. This is the process of making a bacterial cell competent. Okay, now the next one, vectorless gene transfer methods. Okay, so we can transfer DNA
without the help of a vector. So here we are discussing some vectorless gene transfer method, and first one is micro injection. സോ മൈക്രോ ഇഞ്ചക്ഷനിൽ ഓർക്കുക ഇതെവിടെയാണ് നമ്മൾ ചെയ്യുന്നത്? ആനിമൽ സെൽസിലാണ് ചെയ്യുന്നത്. ഇവിടുത്തെ പ്രോസസ്സ് എന്താണെന്ന് പറയാം. നമ്മുടെ റീകോമിനൻ്റ് ഡി എൻ എനെ, ഇപ്പോൾ ഇത് ആനിമൽ സെല്ലാണ്, ഓക്കെ, ഇത് ആനിമൽ സെല്ലാണ്, ഇത് സെല്ലിൻ്റെ ന്യൂക്ലിയസ് ആണെന്ന് വെച്ചോ, ഇത് സെല്ലിൻ്റെ ന്യൂക്ലിയസ്. ഈ ആനിമൽ സെല്ലിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഡി എൻ എനെ ഡയറക്റ്റായിട്ട് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഒരു മൈക്രോ നീഡിൽസിൻ്റെ ഹെൽപ്പോടെ നമ്മൾ നമ്മുടെ റീകോമിനൻ്റ് ഡി എൻ എനെ ഡയറക്റ്റായിട്ട് ആനിമൽ സെൽസിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ റീകോമിനൻ്റ് ഡി എൻ ഈസ് ഡയറക്ട്ലി ഇഞ്ചക്റ്റഡ് ഇൻ ടു ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആനിമൽ സെൽ. ന്യൂക്ലിയസ് ഓർത്തോളണം കേട്ടോ, ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്കാണ് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ബയോലിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ. ഓക്കെ, സോ ജീൻ ഗൺ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പ്ലാന്റ് സെൽസിൽ കേട്ടോ. ജീൻ ഗൺ ഈസ് യൂസ്ഡ് ഇൻ പ്ലാന്റ് സെൽസിൽ ജീൻ ട്രാൻസ്ഫറിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. സോ ഇവിടുത്തെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈ വെലോസിറ്റി മൈക്രോ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഗോൾഡ് ഓർ ടങ്സ്റ്റൺ. ഓക്കെ, സോ ഇത് ഗോൾഡാണെന്ന് വെച്ചോ. ഹൈ വെലോസിറ്റി മൈക്രോ പാർട്ടിക്കിൾസ് ഓർ ഗോൾഡ് ഓർ ടങ്സ്റ്റൺ ആർ കോട്ടഡ് വിത്ത് ഡി എൻ എ. ഇതാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഡി എൻ എ. ഓക്കെ, നമ്മൾ ഈ ഹൈ വെലോസിറ്റി പാർട്ടിക്കിൾസിനെ ഡി എൻ എ വെച്ചിട്ട് കോട്ട് ചെയ്യുന്നു. ദെൻ ഒരു ഗൺ പോലെയുള്ള ഒരു അപ്പാരറ്റസ് ആണ് ബയോലിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ. ഈ ജീൻ ഗണ്ണിൻ്റെ ഹെൽപ്പോടെ നമ്മൾ ഇതിനെ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? പ്ലാന്റ് സെൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ജീൻ ഗൺ ഇൻ പ്ലാന്റ് സെൽസ്. ദെൻ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ജീൻ ഗൺ? ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ട്രാൻസ്ഫർ recombinant DNA, or it is useful to transfer desired DNA to plant cells. Then what happens in this process? High velocity microparticles of gold or tungsten coated with DNA, and it is transferred to plant cells with the help of gene gun. Then last one, disarmed pathogen vectors. Disarmed pathogen എന്ന് വെച്ചാൽ പാത്തോജൻ ഒരു പാത്തോജൻസിറ്റി ഉണ്ടല്ലേ, ഡിസീസ് കോസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ പാത്തോജൻസിറ്റീനെ കുറയ്ക്കുക അല്ലെങ്കിൽ ആ പാത്തോജൻസിറ്റി ഇല്ലാണ്ടാക്കുക. അങ്ങനെയുള്ള പാത്തോജനെയാണ് നമ്മൾ ഡിസാംഡ് പാത്തോജൻ എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ ഒരു വൈറസിന് നമ്മുടെ ഒരു സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്ത് വൈറസിൻ്റെ ജെനറ്റിക് മെറ്റീരിയൽ നമ്മുടെ സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ വൈറസിനെ എടുക്കുന്നു, അതിൻ്റെ പാത്തോജൻസിറ്റി ഡിസീസ് കോസ് ചെയ്യാനുള്ള എബിലിറ്റി നശിപ്പിക്കുന്നു. ദെൻ നമുക്ക് അതിനെ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം? ഡി എൻ എ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. റീകോമിനൻ്റ് ഡി എൻ എ നമ്മൾ ആദ്യം ആ വൈറസിലേക്ക് കൊടുക്കുന്നു. ദെൻ ആ വൈറസിൻ്റെ ഹെൽപ്പോടെ നമുക്ക് റീകോമിനൻ്റ് ഡി എൻ എ ഒരു സെല്ലിലേക്ക്, ആനിമൽ സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, സോ മൈക്രോ ഇഞ്ചക്ഷൻ, ബയോലിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ ആൻഡ് ഡിസാംഡ് പാത്തോജൻ വെക്റ്റേഴ്സ്. നൗ നമ്മുടെ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങിലേക്ക് വരികയാണെങ്കിൽ, അതായത് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ പ്രൊഡക്റ്റൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി ആ പ്രൊഡക്റ്റിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് എവിടെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുക? നമുക്ക് ഇപ്പോൾ ഇൻസുലിൻ, നമുക്ക് ലാർജ് സ്കെയിലിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെറിയൊരു ലാബിലൊന്നും അത് ചെയ്യാൻ പറ്റില്ല. സോ നമ്മളത് വലിയ ഫാക്ടറീസിൽ, വലിയ കണ്ടെയ്നേഴ്സിലാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുക. ആ പ്രോസസ്സ് നടക്കുന്ന കണ്ടെയ്നേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോ റിയാക്ടേഴ്സ്. ഓക്കെ, സോ ബയോ റിയാക്ടേഴ്സ് ആർ കണ്ടെയ്നേഴ്സ് or they are vessels in which the formation of a biological product or the formation of a recombinant protein occurs. Recombinant protein ഫോം ചെയ്യുന്നത് ഈ ഒരു ബയോ റിയാക്ടേഴ്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. സോ നിങ്ങൾ ഈ ഫിഗർ നോക്കിക്കൊള്ളണം, 2 ഫിഗർ നോക്കിക്കൊള്ളണം കേട്ടോ, കാരണം എക്സാമിന് 2 വന്നിട്ടുണ്ട് മുമ്പ്. സോ ഫസ്റ്റ് വൺ ഈസ് എ സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്ടർ. ഓക്കെ, ആദ്യം സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്ടറിലെ പാർട്സ് പറയാം. ഫസ്റ്റ് വൺ ആൻഡ് അജിറ്റേറ്റഡ് സിസ്റ്റം. ഇവിടെ മിക്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാം ഇവിടെ മിക്സിങ്ങിന് വേണ്ടിയിട്ട് ഇമ്പല്ലേഴ്സ് ഉണ്ട് മിക്സിങ്ങിന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു കൾച്ചർ മീഡിയം ഉണ്ട്. ആ കൾച്ചർ മീഡിയത്തിലാണ് നമ്മൾ ബാക്ടീരിയനെ, നമുക്ക് ഇപ്പോൾ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ റീകോമിനൻ്റ് വെക്ടർ ഉള്ളിലുള്ള ഈക്കോളൈ ബാക്ടീരിയനെ നമ്മൾ കൾച്ചർ ചെയ്യുന്നത് ഈ ഒരു മീഡിയത്തിലാണ്. അപ്പോൾ ഒരുപാട് കൾച്ചർ മീഡിയം ഉണ്ട്. അപ്പോൾ ഈ കൾച്ചർ മീഡിയം എല്ലാ സ്ഥലത്തും അതിൽ ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ദർ ഈസ് ആൻ അജിറ്റേറ്റർ സിസ്റ്റം. ദെൻ ഓക്സിജൻ ഡെലിവറി സിസ്റ്റം. അവിടെ ഓക്സിജൻ എയറോബിക് ബാക്ടീരിയാസ് ആണല്ലോ, അപ്പോൾ അവർക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിജൻ ഡെലിവറി സിസ്റ്റം ഉണ്ട്. ഫോം കൺട്രോൾ സിസ്റ്റം. ഫോം കൺട്രോൾ സിസ്റ്റം മീൻസ് നമ്മുടെ ഈ കൾച്ചർ മീഡിയ ഇങ്ങനെ മിക്സ് ആവുകയാണ്.
അപ്പോൾ അവിടെ പതകൾ ബബിൾസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ഫോം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോം ബ്രേക്കർ ഓഫ് ഫോം കൺട്രോൾ സിസ്റ്റം. പിന്നെ എന്തൊക്കെയുണ്ട്? ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം ഈസ് ദർ, pH കൺട്രോൾ സിസ്റ്റം ഈസ് ദർ, സാമ്പിളിംഗ് പോഡ്സ്. സാമ്പിളിംഗ് പോഡ്സ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിൽ നിന്ന് മീഡിയ ഒക്കെ എടുത്തിട്ട് അതിന് എന്തെങ്കിലും ചെക്കൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എപ്പോഴും ഇത് ഓപ്പൺ ചെയ്തൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ദാറ്റ് ഇസ് കോൾഡ് സാമ്പിളിംഗ് പോഡ്സ്. ഓക്കെ. ദെൻ സെക്കൻഡ് വൺ ഈസ് സ്പാർജ്ഡ് സ്റ്റിർ ടാങ്ക് ബയോറിയാക്ടർ. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റെറൈൽ ബബിൾസ്, ഓക്കെ, നിങ്ങൾക്ക് കാണാം സ്റ്റെറൈലായിട്ട് ബബിൾസ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സ്റ്റെറൈൽ ബബിൾസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദിസ് ബയോറിയാക്ടർ. ദാറ്റ് ഇസ് എ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഫിഗർ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഓർത്തിരിക്കുക. സ്പാർജ്ഡ് stirred tank bioreactor and the first one is simple stirred tank bioreactor. Okay, now so we have finished the topic of biotechnology principles. നമ്മൾ ഇതുവരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതല്ലാതെ കുറച്ച് എക്സ്ട്രാ ടോപ്പിക്സും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വരാൻ ചാൻസ് ഉള്ള മാക്സിമം ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും നന്നായി പഠിക്കുക ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, താങ്ക് യു.